അപ്പോൾ ഗായ്സ് ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞ് പ്ലാൻ ചെയ്തപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ അല്ലേ നെല്ലിയാമ്പതി. അപ്പോൾ ശരി ഇന്നൊക്കെ നെല്ലിയാമ്പതി പിടിച്ചേക്കാറുണ്ട്. നൈസിൽ വണ്ടി എടുത്ത് രട്ടപ്പെടുത്തുന്നത് നെല്ലിയാമ്പതിയിലോട്ട് പോകുന്നതിന് മുമ്പ് പോത്തുണ്ടിയിൽ നിന്ന് ചവിട്ടി വണ്ടി നമ്മുടെ ഒരു ചായയും ഒരു 2 എണ്ണക്കടിയും കഴിച്ചു. ആക്ച്വലി ഞാൻ എണ്ണക്കടി കഴിക്കാറില്ല, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നൈസിൽ എണ്ണക്കടിയും കഴിച്ചു. അവിടെ നേരെ വണ്ടി എടുത്ത് നേരെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു എൻട്രി ഒന്ന് ഇട്ടു. അവിടെ കയറുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യണം. അവിടെ എൻട്രി ചെയ്തിട്ട് ഒരു ടിക്കറ്റ് തരുമായിരുന്നു. അത് വാങ്ങി കൈവച്ച് നൈസിൽ കയറിയായിരുന്നു. അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മഴക്കാലത്തും ഒരു ദിവസം എനിക്ക് വെയിൽ കിട്ടി, നല്ല നൈസിൽ കയറാൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ച് മുകളിൽ പോകുമ്പോൾ ഒരു ലൈറ്റായിട്ട് കൂളിംഗ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ പോലത്തത് വെയിലുള്ള ടൈം ആയതുകൊണ്ട് അത്യാവശ്യം വ്യൂ എനിക്ക് നന്നായിട്ട് കാണാൻ പറ്റി നമ്മുടെ നെല്ലിയാമ്പതിയിൽ. ഒന്നും പറയില്ല ഗൈസ്. അതായത് നമുക്ക് എത്ര കാലം നെല്ലിയാമ്പതി വന്നാലും എത്ര പ്രാവശ്യം വന്നാലും പിന്നെയും വരുമ്പോഴും ഒരു പുതിയൊരു ആകാംക്ഷയാണ് നെല്ലിയാമ്പതി. അപ്പോൾ നമ്മുടെ സ്വന്തം നാടായത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെല്ലിയാമ്പതി കയറാൻ. ഞാൻ ഒരുപാട് തവണ നെല്ലിയാമ്പതി ട്രിപ്പ് കയറിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ നെല്ലിയാമ്പതി കയറി പറഞ്ഞാൽ ഫസ്റ്റ് വന്ന് നിൽക്കുന്ന സ്പോട്ടാണ് ആ ഒരു വ്യൂവും ഒരു മലയും. അവിടെ വന്ന് ഞാനും വന്ന് നൈസിൽ നിർത്തി നമ്മുടെ ക്യാമറ എടുത്ത് കുറച്ച് വീഡിയോവും കുറച്ച് ഫോട്ടോസൊക്കെ അടിച്ച് കണ്ടിരിക്കുമ്പോഴാണ് ചെറുപൂന്ന് അങ്ങനെ മഴ പെയ്തു. ആ മഴയത്ത് ലൈറ്റായിട്ട് നനഞ്ഞിട്ട് അങ്ങനെ വണ്ടി കയറി. ഞാൻ താഴത്ത് കയറുമ്പോൾ നല്ല വെയിലായിരുന്നു. പിന്നെ ഇടയിലെത്തി അവിടെ നിന്ന് മുകളിൽ കയറുമ്പോൾ നല്ല മഴയത്ത് സുഖമായി നനഞ്ഞ് കയറി ഗായ്സ്. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ നെല്ലിയാമ്പതി പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്. അപ്പോൾ ശരി പറഞ്ഞാൽ പറ്റുന്ന വരെ മാക്സിമം വീഡിയോ എടുത്തു. പിന്നെ മുകളിൽ പോയിട്ട് ചായക്കടയിൽ പോയി ചായ കുടിക്കുമ്പോൾ ഞാൻ ആ കടയിൽ ചോദിച്ചായിരുന്നു, ഏട്ടാ കുറച്ച് നേരം ചാർജ് ചെയ്യട്ടേന്ന്. പിന്നെ പുള്ളിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നൈസിൽ അവിടെ നിന്ന് അതിനുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് നൈസിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സിംഹവാലം കുരങ്ങളിനെ കുറച്ച് കാര്യം കണ്ടത്. അവനെ കണ്ട് നൈസിൽ മെല്ലെ താഴത്തിറങ്ങി ഗായ്സ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.